ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിപ്പോൾ ഒരു കുറേ കാലങ്ങൾ കൊണ്ട് റിയാക്ടിങ് വീഡിയോസ് എല്ലാം മടക്കി ചുരുട്ടി പെട്ടിയിലാക്കി വെച്ചേക്കായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് തുടങ്ങിയേ കേട്ടിട്ടുണ്ട്, ഒരാൾ തെറ്റ് കാണിക്കുമ്പോൾ അത് തെറ്റെന്ന് പറഞ്ഞു പഠിപ്പിക്കണം, എത്ര തെറ്റാണെന്നുള്ളത് നമ്മൾ പറയണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിനെന്ത് പരിണത ഫലം എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ വരുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫാമിലിക്ക് മിഴി ഫാമിലിക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു തികഞ്ഞ ലാലേട്ടൻ ഫാനാണെന്നുള്ളത്. എനിക്ക് അത്ര ഇഷ്ടമാണ് ലാലേട്ടൻ്റെ മൂവീസ് ആയാലും ലാലേട്ടൻ്റെ അവതരണങ്ങളായാലും എല്ലാം, ലാലേട്ടൻ്റെ പാട്ടുകളായാലും എല്ലാത്തിനെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ നാട്ടുകാരൻ പത്തനംതിട്ടക്കാരനാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞ് അഹങ്കാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബിഗ് ബോസിൻ്റെ ചില വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ ഹാർട്ട് ഫാനായി തന്നെയാണ്. കാരണം ഈ പ്രാവശ്യത്തിൽ ലാലേട്ടൻ്റെ ഒരു അവതരണം വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഡൈ ഹാർട്ട് ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്ത ഫാൻ. കാരണം ഞാൻ എൻ്റെ ചാനലിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് കൂടുതൽ യൂട്യൂബിൽ ഷോർട്സ് ആയിക്കോട്ടെ, പുതിയ റിവ്യൂ വന്നതായിക്കോട്ടെ, പുതിയ പ്രൊമോ വന്നതായിക്കോട്ടെ, എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഐറ്റംസ് ആണ് കാണാറുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു കാര്യമാണ്, ഒരു അനുമോളുടെ ഒരു ആർഗ്യൂ ഈ ശനിയാഴ്ച ലാലേട്ടൻ അതിനെ പൊളിച്ചടുക്കി അനുമോളെ കത്തിച്ച് വിട്ടു, ഏറിൽ കയറ്റി എന്നൊക്കെ പറഞ്ഞു കണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയൊരു 1-2 കാര്യങ്ങൾ എൻ്റെ ഒരു ഡൗട്ടാണ്. കാരണം അനുമോള് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അനുമോളുടെ ആ ഒരു എന്താ പറയുന്ന ബോഡി വാഷും സാധനങ്ങളൊക്കെ വെച്ചിരുന്ന കിറ്റ് പോയ ആ ദിവസം എന്ന് അനുമോൾ അന്ന് വ്യക്തമായി പരാമർശിക്കുന്നുണ്ടായിരുന്നു. അന്ന് നടന്ന സംഭവമാണ് അനുമോൾ അവിടെ പറഞ്ഞിട്ടുണ്ടാകുന്നത്. പക്ഷേ ലാലേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, അത് ഞാനിതിൽ കാണിച്ചു തരാം. അപ്പോൾ ആ ലാലേട്ടൻ വന്ന് ചോദിക്കുന്ന ചോദ്യം അത് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം കാണാം. അല്ലേ, നിങ്ങൾക്ക് നാണം ഉണ്ടോ? എന്തൊക്കെ കാണിക്കുന്നത്? ഷോയിൽ നിങ്ങൾ കണ്ടോ? കണ്ടായിരുന്നു. നിങ്ങൾ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ജയിലിലായിരുന്നില്ലേ? രണ്ടാമത്തെ ജയിലിൽ കിടന്ന് കണ്ടോ? ജയിലിൽ കിടന്നല്ല കണ്ടത്. പിന്നെ എന്താ നിങ്ങൾ കണ്ട? ഇവര് രണ്ടുപേരും ഒരുമിച്ച്. ഞങ്ങൾ ഇത് മുഴുവൻ നോക്കി, ഞാൻ യുഎസിലായിരുന്നു, ഞാനും നോക്കി, ഞങ്ങൾ അത് കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് തെറ്റാണോ ശരിയാന്ന് ഞാൻ പറഞ്ഞില്ല ലാലേട്ടാ, പക്ഷെ ഞാൻ കണ്ടു. അത് ഞാൻ ഉറച്ചു. അതെങ്ങനെയാണ് ബാക്കി ആരും കാണാത്തൊരു കാര്യം, ഞങ്ങളെ പോലും കാണാത്തൊരു കാര്യം നിങ്ങൾ കാണുന്നു? അപ്പൊ ലാലേട്ടൻ വന്ന് ചോദിച്ച ചോദ്യത്തിന് അനുമോൾക്കൊരു എന്താ പറയാ, ഒരു കറക്റ്റായ ഒരു ഫോക്കസ് ഉണ്ട്. കാരണം അനുമോൾ കണ്ടു, ആര് കണ്ടു ഇല്ല എന്നുള്ളതല്ല അവള് പറയണത്. ഞാൻ കണ്ടു, അതിൽ വേറൊരാളും സപ്പോർട്ട് നിൽക്കാണ്ടിരുന്നപ്പോഴും പുള്ളിക്കാരി അതിൽ ഉറച്ചു നിന്നു. പിന്നെ ലാലേട്ടൻ അതിൻ്റെ ആദ്യം പറയുന്നുണ്ട്, നാണമുണ്ടോ നിങ്ങൾക്ക്, ഇതൊരു വലിയ ഷോയല്ലേ, ഒരുപാട് ജനങ്ങൾ കാണും. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ കാണിച്ചു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഈ ഒരു കൺസിഡറേഷൻ അപ്പോൾ ലാലേട്ടനായാലും ബിഗ് ബോസിന്റെ ടീംസ് ആയാലും കൊടുക്കേണ്ട കാര്യമാണ്. ഇത് ഈ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമല്ല കൊടുക്കേണ്ടത്, ഇവരോട് ചെയ്യുന്ന കാര്യങ്ങൾക്കും ഇതേ കൺസിഡറേഷൻ അല്ലെ ഇതേ ഒരു ജസ്റ്റിഫിക്കേഷൻ, ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. ഇതൊരു പലര് കാണുന്ന പ്രോഗ്രാമാണ്, കുട്ടികൾ കാണുന്ന പ്രോഗ്രാമാണ്, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ മുതിർന്നവർ കാണുന്ന പ്രോഗ്രാമാണ്, ആ രീതിയിൽ ചെയ്യരുത്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബിഗ് ബോസ് തന്നെ ഇതിൻ്റെ ഒറിജിനൽ വിഷ്വൽ, അതായത് അനുമോള് ചെല്ലുന്നതും ഇവർ ചെയ്യണതും ഒക്കെ കാണിച്ചിട്ടുള്ള ഒറിജിനൽ വിഷ്വൽ ബിഗ് ബോസ് തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്റെ കിറ്റ് എവിടെ? നീ എന്റെ കിറ്റ് എടുത്തോ? സത്യം പറയണ, എന്റെ കിറ്റ് എടുത്തോ? നീ എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത്. ആര് നിങ്ങളോട് ഞാൻ ചോദിക്കണം, എന്റെ കിറ്റ് എടുത്താ? നിന്നോടാ ചോദിച്ചത്. ക്യാപ്റ്റൻ എവിടെ? പതുക്കെ പറയാൻ പറ്റില്ല. ഞാൻ വല്ലയുടെ സാധനങ്ങളല്ല ഞാൻ എടുത്ത് വെച്ചിരിക്കണ, എന്റെ സാധനങ്ങളാണ്, എനിക്ക് പണിപ്പുറത്ത് കിട്ടിയ സാധനമാണ്. എന്തുകൊണ്ടാണ് അത് പുറത്തു വിട്ടതെന്നോ, എന്തുകൊണ്ടാണ് എന്നിട്ട് ശനിയാഴ്ച വന്ന ലാലേട്ടൻ ഇങ്ങനെ സംസാരിച്ചതെന്നോ നമുക്ക് മനസ്സിലാവണില്ലാത്ത കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഒന്നെങ്കിൽ അനു എന്ന് പറയുന്ന ഒരു ബോൾഡ് പ്ലെയറിനെ ഇറക്കി കളിക്കാനുള്ള ഒരു തുറുപ്പുചീട്ടാക്കിയതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എക്സാക്റ്റ് വിഷ്വൽ കിട്ടുന്നവരെ അവർ വെയിറ്റ് ചെയ്യുന്നതും ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ചേട്ടാ, വേറൊന്നുമല്ല, നമ്മുടെ ലാലേട്ടൻ വളരെ, അതായത് അത്രയും ഓരോ കാര്യങ്ങളിലും എടുത്തെടുത്ത് ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു റിയാക്ഷൻ അല്ല ആ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒന്നാമത്തെ. കാരണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷ്വല് പുറത്തു വിടരുത്. സാധാരണക്കാരിലേക്ക് അങ്ങനെ ഒരു വിഷ്വൽ വിട്ടുകൊണ്ട് അവിടെയുള്ള ആളുടെ അടുത്ത് അങ്ങനെ ഒരു സംഭവം അവരാരും
ആ വീഡിയോസ് ഒന്നും ചെക്ക് ചെയ്തിട്ട് കണ്ടില്ല പറയുമ്പം ആരാണ് പൊട്ടനാകുന്നത് നമുക്കറിയില്ല. അനുവിനെയാണോ പൊട്ടനാക്കാൻ നോക്കുന്നത്, അതോ ഇത് കണ്ടിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് കോമാളികളായിട്ടിരിക്കുന്ന നമ്മളെയാണോ പൊട്ടനാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ അതിൻ്റെതായ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യണം, അല്ല എന്തെങ്കിലും ഒരു ഇത് കീപ്പ് ചെയ്യണം. എല്ലാ കാര്യങ്ങളിലും അനുമോള് ചെയ്യുന്ന തെറ്റ് ഈ ബാഡ്ജ് ആള് വരുന്ന അടുത്ത ആഴ്ച വരെ കുത്തണം, കണ്ടിന്യൂസ് കുത്തണം എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അതിൽ വരയ്ക്കുന്നതോ കുറിക്കുന്നതോ ഒന്നും ലാലേട്ടൻ അന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ ലാലേട്ടൻ ഈ ആഴ്ച വന്നപ്പോൾ അതിൽ വരച്ചതും കുറിച്ചതുമായി കുറ്റം. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു നമുക്കങ്ങോട്ട് കണ്ടിട്ടൊരു ദഹനക്കേട് വരുന്ന ഒരവസ്ഥയില്ലേ. അതായത് ചില കാര്യങ്ങൾ നമുക്കങ്ങോട്ട് ദഹിക്കില്ല. ഒരു പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളും ഈ പറഞ്ഞ പോലെ അനുമോൾ ഒരു സ്റ്റാർ ആണ് എന്ന് കരുതുന്നതിലുപരി അനുമോൾ നമ്മളെ പോലെ ഒരു സാധാരണക്കാരിയെ ചിന്തിച്ചുകൊണ്ടായിരിക്കാം, അറിയില്ല. എനിവേ ഇതിന്റെ നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന വിഷ്വൽസ്, അതായത് റിയൽ ആയിട്ടുള്ള ഇതിന്റെ ഒറിജിനൽ വിഷ്വൽസ് വരുന്ന ചാനലിന്റെ ലിങ്ക് ഞാൻ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കയറി കണ്ട് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കമന്റ് ചെയ്യാം. ഒരുപാട് സന്തോഷം. അപ്പം ബിഗ് ബോസിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷയല്ല. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.